കരിയറിനെ പറ്റിയും വിവിധ കരിയർ മേഖലകളുമായി ബന്ധപ്പെട്ട കോഴ്സുകളെ പറ്റിയും തൊഴിലിടങ്ങളിലെ ആശയങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്ന കരിയർ ബിൽഡറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു ജോലിക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോലി കിട്ടാനായിട്ട് സെലക്ഷൻ റൗണ്ടുകൾ ഉണ്ടാവും. പലരും ഈ സെലക്ഷൻ റൗണ്ടുകളുടെ സമയത്താണ് ഇതിനെപ്പറ്റി ആലോചിക്കുകയും പെട്ടെന്ന് പോയി അങ്ങ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്രത്തോളം സമയമെടുത്ത് ഒരു സെലക്ഷൻ റൗണ്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നോ അത്രത്തോളം ഇഫക്റ്റീവ്നെസ് ആയിരിക്കും നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ റൗണ്ടിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ. അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിരിക്കും പലപ്പോഴും നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. പറയാറുണ്ട്, ഇൻ്റർവ്യൂ സക്സസ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ആൻ ഇഫക്റ്റീവ് പ്രിപ്പറേഷൻ. പലപ്പോഴും ഒരു സക്സസ്സിൻ്റെ 50% എന്ന് പറയുന്നത് നല്ല പ്രിപ്പറേഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഒരു ജോലിക്കൊക്കെ പോകുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കൂടെ പ്രതിപാദിക്കുന്നത്. ഒരു പ്രീ സെലക്ഷൻ ഫേസ് അല്ലെങ്കിൽ ഒരു പ്രീ ഇൻ്റർവ്യൂ ഫേസ് എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. അപ്പോൾ നമ്മൾ മാനസികമായിട്ടും ഇനി അതല്ല നമ്മൾ ട്രെയിനിങ്ങിൽ കൂടെയും പല കാര്യങ്ങളും റെഡിയാകേണ്ടതാണ്. ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടതാണ്, നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് വ്യക്തമായിട്ടൊരു ഗോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതൊരു കരിയർ ഗോളായിട്ടോ അല്ലെങ്കിൽ കരിയർ ഒബ്ജക്റ്റീവായിട്ടോ ഒക്കെ നമ്മുടെ റെസ്യൂമിലൊക്കെ എഴുതുകയും അത് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഉത്തരം പറയാൻ സാധിക്കുകയും ചെയ്യും. പലപ്പോഴും കാൻഡിഡേറ്റ്സ് വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചു എന്നുള്ളതായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് കാൻഡിഡേറ്റ് ഉത്തരം പറയും, സർ BTech ആണ് പഠിച്ചത്, അല്ലെങ്കിൽ BSc ഫിസിക്സ് ആണ് പഠിച്ചത്, അല്ലെങ്കിൽ മൈക്രോ ബയോളജിയാണ് പഠിച്ചതെന്നൊക്കെ പറയാറുണ്ട്. അടുത്ത ചോദ്യം ഇൻ്റർവ്യൂവർ ചോദിക്കാൻ പോകുന്നത് വൈ യു ഹാവ് സെലക്റ്റഡ് ദാറ്റ് കോഴ്സ് എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് സെലക്ട് ചെയ്തതെന്നുള്ളതാണ്. പലപ്പോഴും മിക്കവാറുമുള്ള കാൻഡിഡേറ്റ്സിന് ആ വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാറില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് പല കാര്യങ്ങളും ഇൻ്റർവ്യൂവറോട് തുറന്നു പറഞ്ഞ് ഇവർക്കുള്ള അവസരം കൂടി ഇല്ലാതാക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് എടുത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണോ ഈ കോഴ്സ് എടുത്തതെന്നൊക്കെ ഇൻ്റർവ്യൂവർ പർപ്പസ്ഫുള്ളി ചോദിക്കാറുണ്ട്. അപ്പോൾ ചില കാൻഡിഡേറ്റ്സ് ഒന്ന് നോക്കിയതിന് ശേഷം പറയാറുണ്ട്, സാറ് ചോദിച്ചത് വളരെ ശരിയാണ്, എനിക്ക് ഇഷ്ടപ്പെടാതെയാണ് ഈ കോഴ്സ് എടുത്തിരിക്കുന്നത്, എൻ്റെ പേരൻസ് ഫോഴ്സ് ചെയ്തിട്ട് എടുത്തതാണ്, എനിക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്തതാണ്, വേറെ കോഴ്സൊന്നും കിട്ടാത്തതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻ്റർവ്യൂവറും വളരെ ചിരിച്ച് അതിന് മറുപടി കൊടുക്കും. പക്ഷേ നിങ്ങളുടെ ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് ഏകദേശം അപ്പം തന്നെ തീരുമാനമാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരിക്കലും വളരെ സോഫ്റ്റായിട്ടാണ് ഇൻ്റർവ്യൂവർ ചോദിച്ചെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോഴത്തേക്ക് അത് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് എടുത്തതെന്നും നമ്മളൊരു കരിയറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് എടുത്തതെന്നും ഇതിനൊരു ലോങ് ടേം പർപ്പസ് ഉണ്ടെന്നുള്ളതും നമ്മുടെ ഉത്തരത്തിൽ പറയേണ്ടതാണ്. അതുകൊണ്ട് വൈ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഒരു ഉത്തരം കണ്ടെത്തണം. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്തു, ഇനി അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലം ഈ ജോലി ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ അതിനൊരു ഗോള് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ ഗോളെന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത 5 വർഷം നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ലോങ് ടേമിൽ ഒരു 20 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ചില ആൾക്കാർ പറയും 5 വർഷം കൊണ്ട് എനിക്കൊരു മാനേജീരിയൽ പൊസിഷൻ എത്തണം. മറ്റു ചില ആൾക്കാർ പറയും മാനേജീരിയൽ പൊസിഷനൊക്കെ എത്തി അതിനുള്ള എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി ഒരു 15 കൊല്ലം കഴിഞ്ഞ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങണം, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ സ്റ്റാർട്ടപ്പിനുള്ള ഐഡിയാസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു ലോങ് ടേം ആയിട്ടൊരു വിഷനുണ്ട്, കൃത്യമായിട്ടുള്ള ഗോൾ ഉണ്ടെന്നുള്ളത് ഇൻ്റർവ്യൂവർക്ക് മനസ്സിലാവുകയും അത്തരത്തിലുള്ള ചർച്ചകളിൽ കൂടെ ഇത്തരത്തിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു പൊസിഷന് മാച്ച് ആകുമെന്ന് തോന്നുകയാണെങ്കിൽ അതിനൊരു വെയിറ്റേജ് കൊടുത്ത് പ്രിഫറൻസ് കൊടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആദ്യത്തെ കാര്യം, ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യവും ലോങ് ടേം ആയിട്ടുള്ള കാര്യവും നിങ്ങളുടെ മനസ്സിൽ വെച്ച് തന്നെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോകണം. മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ റെസ്യൂമെ തയ്യാറാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു പർട്ടിക്കുലർ ജോബ് പോസ്റ്റിങ്ങിന് അനുസൃതമായ ആ ഒരു ജോബ് വേക്കൻസിക്ക് അനുസൃതമായ വാക്കുകൾ ഉപയോഗിച്ച് അവർക്ക് വേണ്ട നോളജും സ്കില്ലും ഒക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു റെസ്യൂമെ ഡോക്യുമെൻ്റ് ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. റെസ്യൂമെ ഒരു 1-2 പേജ് അടങ്ങുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രിസ്പ് ഡോക്യുമെൻ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇത് ഒരു ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിനൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കീവേഡ്സ് ഉപയോഗിച്ചിട്ടുള്ള റെസ്യൂമെ ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. എല്ലാ ജോലിക്കും നമ്മളൊരു സ്ഥിരമായിട്ടൊരു റെസ്യൂമെ തയ്യാറാക്കി വെച്ചല്ല പോകേണ്ടത്. ആ ഒരു ജോബ് വേക്കൻസിക്ക് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് റെസ്യൂമെ മോഡിഫൈ ചെയ്ത് വേണം നമ്മളൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്.
അപ്പോൾ നമുക്കൊരു ഗോള് മനസ്സിലുണ്ടായി, നമ്മളൊരു റെസ്യൂമെ തയ്യാറാക്കി. ഇനി നമ്മൾ എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കും എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു ജോലി കിട്ടാനായിട്ട് നിരവധി സോഴ്സുകളുണ്ട്. ഈ സോഴ്സുകളെ പറ്റിയും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില സോഴ്സുകളെ പറ്റി ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാം. ഒന്നാമത്തേതാണ് അഡ്വർടൈസ്മെൻറ്റ്. ഈ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ജോബ് സോഴ്സ് പണ്ട് മുതലേ ഉള്ളതാണ്. അതിപ്പോഴും പിന്തുടരുന്നു. പ്രധാനമായിട്ടും ചില പ്രത്യേക ദിവസങ്ങൾ, തിങ്കൾ ബുധൻ പോലെയുള്ള ചില പ്രത്യേക ദിവസങ്ങളിൽ മിക്ക ന്യൂസ് പേപ്പേഴ്സുകളിലും ജോബ് അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ജോബ് അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ജോബ് വേക്കൻസി നമ്മുടെ ക്വാളിഫിക്കേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ നല്ലൊരു കവറിംഗ് ലെറ്ററും റെസ്യൂമേ ഉണ്ടാക്കി ആ ജോബ് വേക്കൻസിയിൽ ആർക്കാണോ അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ റെഫറൻസ് ഉപയോഗിച്ച് ആ 2 അഡ്രസ്സിലേക്ക് നമ്മൾ അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ജോബ് സോഴ്സിൽ ഒന്നാമത്തേതാണ് അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ പല കമ്പനികളും പല സ്ഥാപനങ്ങളും അഡ്വർടൈസ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മറ്റു പല മാർഗ്ഗങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഒന്നാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്യാമ്പസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകളിലേക്ക് സ്ഥാപനങ്ങൾ വരികയും അവരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും ക്യാമ്പസുകളിലേക്ക് കമ്പനി വരട്ടെ എന്നും പറഞ്ഞ് വിചാരിച്ചിരിക്കുകയും അവസാനം കമ്പനികൾ വരാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റുപാടുമുള്ള ഏതെങ്കിലുമൊക്കെ മെയിൻ ക്യാമ്പസുകളിൽ ക്യാമ്പസ് ഡ്രൈവുകൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്യാം. ചിലപ്പോൾ ഒന്നിലധികം കോളേജുകൾ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന പൂൾഡ് ക്യാമ്പസ് ഡ്രൈവുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്നുള്ളത് നോട്ടിഫൈ ചെയ്യുകയും അതിൽ പോയി അറ്റൻഡ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലെ തന്നെ ചില ഡ്രൈവുകൾ ഒരു ഓർഗനൈസേഷൻസിൻ്റെ കമ്പനി ഡ്രൈവ്സ് എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് വേണ്ടിയും നടത്താറുണ്ട്. അത് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു വെന്യൂവിൽ ഒരു ദിവസം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അവർ അനൗൺസ് ചെയ്തിട്ടായിരിക്കും നടത്തുന്നത്. അപ്പോൾ അതും നമ്മൾ നോട്ടിഫൈ ചെയ്ത് പോയി അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പസ് ഡ്രൈവുകളും കമ്പനി ഡ്രൈവുകളും മറ്റൊരു ജോബ് സോഴ്സായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് ജോബ് പോർട്ടൽസ്. നിങ്ങൾ ജോബ് പോർട്ടൽസ് എന്നുള്ളത് കേട്ട് കാണും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജോബ് മാർക്കറ്റിലൊക്കെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ചില ജോബ് പോർട്ടൽസിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഒന്നാമത്തേത് നൗക്രി എന്ന് പറയുന്നൊരു ജോബ് പോർട്ടലുണ്ട്. അതുപോലെ മോൺസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു ജോബ് പോർട്ടൽ, ടൈംസ് ജോബ്സ് എന്ന് പറയുന്ന ജോബ് പോർട്ടൽ, ഇൻഡീഡ് എന്ന് പറയുന്നൊരു ജോബ് പോർട്ടൽ. ഇത്തരത്തിലുള്ള ജോബ് പോർട്ടലുകളിൽ ഫ്രഷേഴ്സിനും അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും നിങ്ങളുടെ റെസ്യൂമെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം പ്രോസ്പെക്റ്റീവായിട്ടുള്ള എംപ്ലോയേഴ്സിന് നിങ്ങളുടെ റെസ്യൂമെ കാണാനും അവർക്ക് ഇനിഷ്യൽ സ്ക്രീനിങ്ങിൽ അവരുടെ ജോബ് വേക്കൻസിയായിട്ട് മാച്ച് ചെയ്യുന്നു എന്നുള്ളത് തോന്നുകയാണെങ്കിൽ അവർ നിങ്ങളെ ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ജോബ് പോർട്ടൽസും മറ്റൊരു സോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നു. ജോബ് പോർട്ടൽ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു സോഴ്സാണ് ഈ മാൻ പവർ പ്ലേസ്മെൻറ്റ് ഏജൻസികൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നല്ല പ്ലേസ്മെൻറ്റ് ഏജൻസികൾ ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ട് നിങ്ങളുടെ റെസ്യൂമെ കളക്ട് ചെയ്യുകയും അത് പ്രോസ്പെക്റ്റീവായിട്ടുള്ള എംപ്ലോയീസുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള വേദികൾ ഒരുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ പ്ലേസ്മെൻറ്റ് ഏജൻസികളിൽ പോയി ട്രാപ്പിൽ വീഴാതെ നോക്കണം. അതായത് ചില പ്ലേസ്മെൻറ്റ് ഏജൻസികൾ നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ഭീമമായ വലിയൊരു തുക ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകാം, ഇന്ന സ്ഥലത്ത് ജോലി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ആദ്യമേ വാങ്ങിക്കുകയോ ആദ്യമേ ഏതെങ്കിലും ബോണ്ടുകളിൽ ഒപ്പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ആ മാൻ പവർ ഏജൻസിക്ക് വേണ്ടി സൈൻ ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ വളരെയധികം അന്വേഷിച്ച് അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള പ്ലേസ്മെൻറ്റ് ഏജൻസികളുമായിട്ട് അപ്രോച്ച് ചെയ്യാവൂ. നോർമലി പ്രൊഫഷണൽ പ്ലേസ്മെൻറ്റ് ഏജൻസികൾ ചെറിയൊരു തുക രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ല പ്രൊഫഷണൽ ഇൻ്റർവ്യൂസ് ഒരുക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ABC കൺസൾട്ടൻസ് എന്ന് പറയുന്ന, റാൻഡ്സ്റ്റാഡ്, കെല്ലി എന്നൊക്കെ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ഏജൻസികൾ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലേസ്മെൻറ്റ് ഏജൻസികളെ നമുക്കൊരു ജോബിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓവർസീസ് എഡ്യൂക്കേഷൻ, ഓവർസീസ് ജോലിക്ക് വേണ്ടിയിട്ട് വിവിധ പ്ലേസ്മെൻറ്റ് ഏജൻസികളുണ്ട്. അവരുടെയൊന്നും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. നല്ല പ്ലേസ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡുകളുള്ള പ്ലേസ്മെൻറ്റ് ഏജൻസികളുമുണ്ട്. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞുള്ള ചില പ്രശ്നങ്ങളുള്ള പ്ലേസ്മെൻറ്റ് ഏജൻസികളുമുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്ലേസ്മെൻറ്റ് ഏജൻസിയെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭീമമായ തുക അവർ ചോദിക്കുന്നുണ്ടോ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ചോദിക്കുന്നുണ്ടോ, ആദ്യമേ ഒരു വലിയ ബോണ്ടിൽ ഒപ്പിടിപ്പിക്കുന്നുണ്ടോ, ഇതൊക്കെ ആണ് നമുക്ക് ഒന്ന് ആലോചിക്കാനായിട്ട് തരുന്ന ചില സ്പാർക്കുകൾ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും പ്ലേസ്മെൻറ്റ് ഏജൻസികളുടെ കയ്യിലേക്ക് നിങ്ങൾ കൊണ്ട് കൈ വെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പ്രത്യേകം പറയട്ടെ. മറ്റൊരു ജോബ് സോഴ്സാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്.
നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ നോളജിനും നമ്മുടെ എക്സ്പീരിയൻസിനോടൊപ്പം അത്രയും വർത്തായിട്ടുള്ള കാര്യമാണ് നമുക്കുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് മാക്സിമം കൂട്ടാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ക്ലയൻസ് ആയിക്കോട്ടെ, നമ്മുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരുമായിട്ടും അത് ഒരു സോഷ്യൽ മീഡിയ വഴിയോ ഇമെയിൽ വഴിയോ മൊബൈൽ വഴിയോ മറ്റ് മീഡിയംസ് വഴിയോ നമ്മളൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അതുവഴി വരും. അപ്പോൾ നെറ്റ്വർക്കിംഗ് വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക, അതാണ് മറ്റൊരു സോഴ്സ്. ഇനി വേറൊരു സോഴ്സാണ് അലംനൈ നെറ്റ്വർക്ക്. ഇപ്പോൾ പല ക്യാമ്പസുകളിലും പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, അവരൊക്കെ പല സ്ഥാപനങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവർ വഴി ജോബ് വേക്കൻസീസ് നമ്മളുടെ അടുത്ത് എത്താൻ സാധ്യതയുണ്ട്. ഇത് കോളേജുകൾ ക്യാമ്പസുകളിൽ മാത്രമല്ല, ഇപ്പോഴൊക്കെ സ്ഥാപനങ്ങളിൽ പോലും അലംനൈ നെറ്റ്വർക്ക് ഉണ്ട്. ഒരു സ്ഥാപനത്തിൽ ഇത്ര വർഷം കഴിഞ്ഞ് അവർ രാജിവെച്ച് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോയവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മ, ഓർഗനൈസേഷണൽ അലംനൈ വരെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അലംനൈ നെറ്റ്വർക്കുകളുമായി ബന്ധപ്പെടുകയും അവരുമായിട്ടൊരു കീപ്പ് ഇൻ ടച്ച് സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റികൾ അറിയാനും സാധിക്കും. ഇനി മറ്റൊരു ജോബ് സോഴ്സാണ് റെഫറൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പുതിയ വേക്കൻസികൾ വരുമ്പോൾ നമ്മുടെ റെസ്യൂമെ അവർക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. അതായത് പല കമ്പനികളും വലിയ തുകകൾ മുടക്കി വെളിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളും അതുപോലെ തന്നെ മറ്റ് സോഴ്സിങ് മേഖലകളിലേക്കും പോകാതെ അവർ ഇൻറ്റേർണലി അഡ്വർടൈസ് ചെയ്യുകയാണ്. ഇൻറ്റേർണലി അഡ്വർടൈസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ എംപ്ലോയീസിന് അത് കാണാൻ സാധിക്കുകയും ആ ജോബ് വേക്കൻസിക്കും ജോബ് പോസ്റ്റിങ്ങിനും മാച്ച് ചെയ്യുന്ന ആരെങ്കിലും അവർക്കറിയാമെങ്കിൽ ആ അറിയാവുന്നവരുടെ റെസ്യൂമെ ഇവർക്ക് അകത്ത് HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ആൾക്കാരെ കമ്പനി എടുക്കുമ്പോഴത്തേക്ക് ഈ ഇൻറ്റേർണലി റെഫർ ചെയ്ത എംപ്ലോയിക്കും ഒരു റിവാർഡ് പല കമ്പനികളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാൻഡിഡേറ്റ്സിനെ റെഫർ ചെയ്യാനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനും ഒരു താല്പര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള സ്ഥാപനങ്ങളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ റെസ്യൂമെ ഒരു റെഫറൻസ് ഡോക്യുമെൻ്റായിട്ട് അകത്ത് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇൻ്റർവ്യൂ പ്രോസസ്സ് പോലും വളരെ ലൈറ്റായിട്ടേ ഉണ്ടാവുകയുള്ളൂ. കാരണം നിങ്ങളെ അറിയാവുന്ന ഒരാളാണ് അകത്തേക്ക് നിങ്ങളെ റെഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റെഫറൻസ് മറ്റൊരു ജോബ് സോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി വേറൊരെണ്ണമാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പലപ്പോഴും പല സ്ഥാപനങ്ങളും പല ഇൻഡസ്ട്രിയൽ പാർക്കുകളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ സാറ്റർഡേ ആയിരിക്കാം, സൺഡേ ആയിരിക്കാം, മറ്റ് ചില ദിവസങ്ങളിലായിരിക്കും. അവർ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ കാൻഡിഡേറ്റ്സിന് റെസ്യൂമയായിട്ട് വന്ന് അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകാവുന്ന ഒരു പ്രക്രിയയാണ് ഈ വാക്ക് ഇൻ ഇൻ്റർവ്യൂ. ഈ വാക്ക് ഇൻ ഇൻ്റർവ്യൂ ചിലപ്പോൾ ഹോട്ടലുകളിൽ നടത്താം, ചിലർ അവരുടെ തന്നെ ഓഫീസുകളിൽ നടത്താം, അത് ചിലപ്പോൾ പേപ്പറിൽ അവർ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ അവർ അനൗൺസ് ചെയ്യും. അപ്പോൾ വാക്ക് ഇൻ ഇൻ്റർവ്യൂ പ്രോസസ്സുകളിൽ കൂടെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വാക്ക് ഇൻ ഇൻ്റർവ്യൂവിനെ നമ്മളൊരു നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടത് ഇല്ല. അതാണ് മറ്റൊരു സോഴ്സ്. ഇനി ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നമുക്ക് പേജുകളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട മറ്റൊരു പ്രൊഫഷണൽ പേജാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജോബ് കണക്ടിവിറ്റിയും ജോബ് സോഴ്സിങ്ങും അല്ലെങ്കിൽ ഒരു പുതിയ ജോലി സാധ്യതകളെ പറ്റി അറിയാനും ഒക്കെ നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒരു പ്രൊഫഷണൽ ലിങ്ക്ഡിൻ പേജ് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള ലിങ്ക്ഡിൻ പേജിൽ കൂടെ നമ്മുടെ കണക്ടിവിറ്റി ഉണ്ടാകുകയും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയുകയും നമ്മുടെ റെസ്യൂമെ ലിങ്ക്ഡിനിൽ കൂടെ ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് സോഴ്സുകളെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ പഠിത്തം കഴിഞ്ഞ് നമ്മൾ കയ്യും കെട്ടി ജോലി ഇങ്ങോട്ട് കൊണ്ടുതരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരും കൊണ്ടുതരത്തില്ല. ഒരു ജോലി വേക്കൻസി അഡ്വർടൈസ് ചെയ്താൽ തന്നെ 100 കണക്കിന് കാൻഡിഡേറ്റ്സ് ഉള്ള ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ജോബ് സോഴ്സുകളെ പറ്റിയൊക്കെ അറിഞ്ഞ് ആ സോഴ്സുകൾക്ക് നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ ജോബ് സോഴ്സുകളിൽ കൂടെ അപ്ലൈ ഒക്കെ ചെയ്യുമ്പം വേറൊരു കാര്യം കൂടെ മറക്കരുത്. ഈ വരുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മുടെ സ്കിൽസും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അതായത് നമ്മൾ പഠിച്ച വിഷയമായിക്കോട്ടെ, നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്ത ഏരിയ ആയിക്കോട്ടെ, ആ ഏരിയയിൽ വന്ന പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന സ്കിൽസ് നമ്മൾ നേടണം. അത് ചിലപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ വഴി ആയിക്കോട്ടെ, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടായിക്കോട്ടെ, സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടായിക്കോട്ടെ, ആ സ്കിൽസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക. അത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സ്കില്ലുകൾ ചിലപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിനൊരു വെയിറ്റേജ് തരികയും അത് നമുക്ക് ജോലി കിട്ടാനായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങളുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, ഡേറ്റാ സയൻസ് ആയിക്കോട്ടെ, മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഏത് മേഖലയിലും വരുന്നതാണ്. അപ്പോൾ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള സ്കിൽസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ടെക്നോളജിയുമായിട്ടുള്ളൊരു അഫിനിറ്റി
കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് സോഫ്റ്റ് സ്കിൽസും നമ്മൾ വർദ്ധിപ്പിക്കണം. അപ്പം സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതും ഒരു ജോബ് ചേഞ്ചിനോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലി കിട്ടാനോ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇനി നമ്മളൊരു ജോലിക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ജോബ് പോസ്റ്റിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു ജോബ് പോസ്റ്റിങ്ങിൽ, ആ ജോബ് ടൈറ്റിൽ നമ്മൾ എന്താണ് ആ ജോലി കിട്ടിയാൽ ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിന് പറയുന്ന പേരാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ ആ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന ചോദ്യങ്ങളെ കൃത്യമായിട്ട് നേരിടാനായിട്ട് പറ്റും. പലരും ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കാതെയാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്. ജോബ് ടൈറ്റിൽ എന്താണെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ നമ്മൾ നാണം കെട്ട് തിരിച്ച് വരേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജോലിക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഒന്നും അറിയാതെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് പോലും അറിയാതെ വരുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ റിസർച്ച് അബൌട്ട് ദ കമ്പനി എന്ന് പറയും. അപ്പോൾ അതിനിപ്പോൾ പല മാർഗ്ഗങ്ങളുണ്ട്. നമുക്കിപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി ആ സ്ഥാപനം എന്ത് ചെയ്യുന്നു, അവരുടെ സർവീസസ് എന്തൊക്കെയാണ്, അവരുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, അവരുടെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, അവരുടെ മാനേജ്മെൻറ്റ് ടീമിൽ ആരൊക്കെയുണ്ട്, അവരുടെ എക്സ്പാൻഷൻ പ്ലാൻസ് എന്തൊക്കെയാണ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ടത്. അല്ലാതെ പലപ്പോഴും ഞങ്ങളുടെ വിഷനെ പറ്റി അറിയാമോ, ഞങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഉത്തരം അറിയും. ഒന്നും അറിയാത്തവർ വളരെ കാഷ്വലായിട്ട് ഉത്തരം കൊടുക്കുകയും ചെയ്യുമ്പോൾ പല ഇൻ്റർവ്യൂവേഴ്സും ചോദിച്ച ഇൻ്റർവ്യൂസ് തന്നെ നാണം കെട്ട് പോകാറുണ്ട്. അപ്പോൾ റിസർച്ച് അബൌട്ട് ദ കമ്പനി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ചില വെബ് സൈറ്റുകളും വെബ് പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഈ കമ്പനിയെ പറ്റിയൊക്കെ അറിയാനായിട്ട് സഹായിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഗ്ലാസ് ഡോർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആൾക്കാരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും കസ്റ്റമേഴ്സും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുന്ന കാണാം. അങ്ങനെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ സ്ഥാപനത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ കൂടുതൽ, നമുക്ക് വളരാനുള്ള സാധ്യതയുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് റിസർച്ച് അബൌട്ട് ദ കമ്പനി എന്ന് പറയുന്നത് ഒരു ജോലിക്ക് തയ്യാറെടുക്കുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇനി നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി തയ്യാറെടുക്കാൻ പോകുന്നതിന് മുമ്പേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഇൻ്റർവ്യൂ പരിശീലിച്ചിട്ട് കൂടെ പോകണം. ഒരു ഇൻ്റർവ്യൂ പ്രാക്ടീസ് ചെയ്തിട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊരു ഇൻ്റർവ്യൂവിലും വരുന്ന ചില കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നിങ്ങളെ പരിചയപ്പെടുത്തുക, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ ഗോൾ എന്താണ്, അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ ഇതുവരെ ജോലി ചെയ്ത സ്ഥാപനത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പം ഇതിനെ ഇംഗ്ലീഷിലായിട്ട് പറഞ്ഞ് പരിശീലിക്കുക. നിങ്ങളുമായിട്ട് വളരെ കംഫർട്ടബിളുള്ള ആൾക്കാരെ കൊണ്ട് ചോദിപ്പിച്ച് അതിന് ഉത്തരം കൊടുക്കുക. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഉത്തരം പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈലിൽ റെക്കോർഡർ ഓൺ ചെയ്ത് ഈ പറയുന്ന കാര്യം റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ കേൾക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കൂടി ഒരു കോൺഫിഡൻസ് വരികയും ഈ ഉത്തരങ്ങൾ യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കത് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ ഈ ടെസ്റ്റുകൾക്കൊക്കെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇൻ്റർവ്യൂവിന് മോക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു കോൺഫിഡൻസോട് കൂടി അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസും നാച്ചുറാലിറ്റിയുമാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുമ്പോൾ മിസ്സാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ്സുകൾ. ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് കോമൺ ആയിട്ടൊരു ഒരു കോമൺ ഫോൾഡറിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഏറ്റവും മുകളിലായിട്ട് ക്വിക്ക് റെഫറൻസിന് വേണ്ടി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ പല ബാഗുകളിലാക്കി കൊണ്ടുപോവുകയും എന്നിട്ട് അവർ ചോദിക്കുമ്പോഴത്തേക്ക് പലരും ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് മുമ്പുള്ള സ്ക്രീനിങ് ആയിരിക്കും, ചിലപ്പോൾ ചില പർട്ടിക്കുലർ ചോദ്യങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ തന്നെ ചോദിച്ചേക്കാം ഇന്ന ഡോക്യുമെൻ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ബാഗ് തുറന്ന് എല്ലാം കൂടി എടുത്ത് മേശപ്പുറത്തിട്ട് അവസാനം അത് കാണാതെ അവസാനം ചിലത് താഴെ പോയി അവിടെ നിന്ന് വൃക്കി എടുത്തൊക്കെ കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ടാകും. അപ്പോൾ അതിലൊരു പ്രൊഫഷണലിസം നമ്മൾ കാണിക്കേണ്ടത് ഈ ഒരു ഡോക്യുമെൻറ്റുകൾ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏറ്റവും മുകളിൽ വരുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റ് അറേഞ്ച് ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂ ചോദിക്കുകയാണെങ്കിൽ 2 കൈയും കൊണ്ട് ഇൻ്റർവ്യൂവിന് തിരിച്ച് ആ ഫയൽ ഫോൾഡർ തുറന്ന് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ ഒരു ഫയൽ അറേഞ്ച്മെൻറ്റും നമ്മളൊരു ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പുള്ള തലേ ദിവസങ്ങളിൽ റെഡി ആയിട്ട് വേണം പോകാനായിട്ട്.
ഒരു സ്ക്രീനിങ് പ്രോസസ്സിനും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഉപയോഗിക്കണം എന്നുള്ളത് പൊതുവേ കാൻഡിഡേറ്റ്സിന് സംശയമുള്ള ഒരു കാര്യമാണ്. ലോകത്തൊരിടത്തും ഇന്ന ഡ്രസ്സേ ഉപയോഗിക്കാമെന്ന് എഴുതി വെച്ചിട്ടോ അതിനുള്ള നിയമങ്ങളൊന്നുമില്ല. എന്നാലും ഒരു പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ നമ്മളൊരു പ്രൊഫഷണൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഡ്രസ് കോഡും പ്രൊഫഷണൽ ആയിരിക്കണം എന്നുള്ളത് പറയട്ടെ. അപ്പോൾ ഉദാഹരണത്തിന് മെയിൽ കാൻഡിഡേറ്റ്സ് പോവുകയാണെങ്കിൽ കഴിയുന്നതും അവർ ഷർട്ട് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഷർട്ടുകൾ ഉപയോഗിക്കുക, ഇൻസേർട്ട് ചെയ്യുക. ആ ഷർട്ടിൻ്റെ കളറ് ലൈറ്റ് കളർ ഉപയോഗിക്കാനായിട്ട് നോക്കുക, വൈറ്റ്, ക്രീം, നേവി ബ്ലൂ പോലുള്ള കളറുകൾ ഉപയോഗിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഷർട്ടുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും പാൻസിൻ്റെ കളർ ഡാർക്ക് ആയിരിക്കണം, അത് ബ്ലാക്കോ ബ്ലൂവോ ആയിരിക്കാം. അപ്പോൾ ലൈറ്റ് കളർ ഷർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കഴിയുന്നതിൻ്റെ കോമ്പിനേഷൻ ഡാർക്ക് കളർ പാൻസ് ആയിരിക്കണം. ഇനി തിരിച്ചാണെങ്കിൽ ഡാർക്ക് കളർ ഷർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് കളർ പാൻസ് ഉപയോഗിക്കുക. അതുപോലെ ഷൂസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കാഷ്വൽ ആയിട്ടുള്ള ചപ്പൽ, സ്പോർട്സ് ഷൂസ്, അങ്ങനെയുള്ള ചെരുപ്പുകളും ഒന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീം ഡാർക്ക് കളേഴ്സിലുള്ള ഡ്രസ്സുകൾ, കടും മഞ്ഞ, കടും ചുവപ്പ് അതുപോലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ജീൻസും ടീഷർട്ടും ഒക്കെ പ്രിഫർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിഫർ ചെയ്യും. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പല ഇൻ്റർവ്യൂസ് ഇപ്പോഴും അതിന് വേണ്ട, ചിലപ്പോൾ അതിനൊരു സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കുന്നതുകൊണ്ട് കഴിയുന്നതും നമുക്ക് ചുരിദാർ പോലെയുള്ള ഇന്ത്യൻ ഡ്രസ് കോഡുകൾ ഇന്ത്യൻ ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഈ എക്സ്പീരിയൻസിൻ്റെ ബേസിലും പല ഇൻ്റർവ്യൂസ് ഷെയർ ചെയ്തതിൻ്റെ ബേസിലുമാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ ഹൈ ഹീൽഡ് ചപ്പൽസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഹൈ ഹീൽഡ് ചപ്പൽ ഉപയോഗിക്കുക. കാരണം ഹൈഫൈ കോൺഫറൻസ് റൂമിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇത് സ്ലിപ്പ് ചെയ്ത് വീഴാനും ഇതുണ്ടാക്കുന്ന സൗണ്ട് നമുക്ക് ടെൻഷൻ തരാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും മിനിമം എമൗണ്ട് ഓഫ് മേക്കപ്പുകൾ ഉപയോഗിക്കുക, മിനിമം എമൗണ്ട് ഓഫ് ഡിയോഡ്രൻറ്റ് ഉപയോഗിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ താടി വളർത്തുന്ന ഒരാളാണെങ്കിൽ താടി വെക്കാൻ പാടില്ല എന്നൊരിടത്തും പറയുന്നില്ല, പക്ഷേ അത് നീറ്റായിട്ട് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഉപയോഗിക്കുക. പോകുന്ന അന്ന് നമ്മൾ ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം ഒരു മൗത്ത് വാഷ് ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ കൈയുടെ നെയിൽസ് ക്ലീൻ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്കൊരു കോൺഫിഡൻസ് തരികയും നമ്മുടെ മാനറിസത്തിനൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരികയും നമ്മൾ തന്നെ ഒരു ഗ്രൂമിങ് ഒരു അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂമിങ് ആസ്പെക്റ്റിൽ നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഡ്രസ് കോഡിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളൊരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനും ഇൻ്റർവ്യൂവിനും ഒക്കെ കയറുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനെയൊക്കെ ഒരുങ്ങണം എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത്. ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്ക് സമയം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവർ ഷെഡ്യൂൾ ചെയ്ത് തന്ന റിപ്പോർട്ടിംഗ് ടൈമിനേക്കാളും ഒരു 15 മിനിറ്റോ 30 മിനിറ്റോ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. ഡിലേഡ് പെർഫോമൻസ് ഇസ് ഈക്വൽ ടു നോൺ പെർഫോമൻസ്. അതുകൊണ്ട് സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ ദൂര സ്ഥലങ്ങളിലൊക്കെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ തലേ ദിവസം തന്നെ അവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അന്ന് രാവിലെ എത്താനായിട്ട് ചിലപ്പോൾ ട്രെയിൻ ഡിലേ വരാം, ബസ് ഡിലേ വരാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ റഷ് ചെയ്ത് ചിലപ്പോൾ ഒന്ന് ഫ്രഷ് ആവുക പോലും ഇല്ലാതെ നേരെ ഇൻ്റർവ്യൂ റൂമിലേക്ക് ഓടിക്കയറുന്ന കാൻഡിഡേറ്റ്സ് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്ക് സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. അത് ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ നേരത്തെ എത്തുക. ഇനി ഇൻ്റർവ്യൂവിനാണെങ്കിൽ തന്നെ റിപ്പോർട്ടിംഗ് ടൈമിന് അരമണിക്കൂർ മുമ്പ് എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ വലിയ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊരു സ്ക്രീനിങ് പ്രോസസ്സിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്ക്. ഞാൻ ചുരുക്കി ഒന്നുകൂടെ പറയാം, നമുക്ക് കൃത്യമായിട്ടൊരു ഗോൾ ഉണ്ടായിരിക്കണം. വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് പറ്റണം. ഒരു പ്രൊഫഷണൽ റെസ്യൂമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ജോബ് സോഴ്സുകൾ ഒന്നല്ല പലതുണ്ട്, അതുവഴി നമ്മളൊരു ജോലി കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. നമ്മുടെ സ്കിൽസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ അനൗൺസ് ചെയ്യുന്നൊരു ജോലിയിൽ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിനെ പറ്റി ക്ലിയർ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. ആ കമ്പനിയെ പറ്റി റിസർച്ച് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് മാക്സിമം റെഡിയായി പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ് മാക്സിമം പോസിറ്റീവായിട്ടുള്ള ഡ്രസ് കോഡുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ പുതിയ സർട്ടിഫിക്കേഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് സമയത്തിന് മുമ്പ് തന്നെ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് കോൺഫിഡൻറ്റോടു കൂടി നമുക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു ഇൻ്റർവ്യൂ റൂമിലേക്ക് അകത്ത് കയറുമ്പോൾ എന്തൊക്കെ ടൈപ്പ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസാണ് വരാൻ സാധ്യതയുള്ളത്, എന്തൊക്കെ മാനറിസംസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യാനായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കൂടെ കാണാം. അതുവരെ ഗുഡ് ബൈ.